ബാല്യകാലം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലൊരു സുവർണ്ണ കാലമാണ്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് മാക്സിമം കരുതലുകൾ ലഭിക്കുന്ന കാലവും മാക്സിമം നമുക്ക് ഉത്തരവാദിത്തങ്ങൾ എടുക്കേണ്ടാത്ത ഒരു കാലമാണ്. പക്ഷേ ഈ ബാല്യകാലത്തിലെ ഇതാണ് ആരോഗ്യത്തിന് അടിസ്ഥാനം വരുന്നത്. അതുകൊണ്ട് നമുക്ക് ആരോഗ്യകരമായ ഒരു ഡെവലപ്മെൻറ്റ് വരണമെങ്കിൽ ബാല്യകാലം നന്നായി തന്നെ പരിപാലിച്ച് പോകണം. കാരണം നമ്മുടെ അസ്ഥികളും പേശികളും അകത്തെ സിസ്റ്റംസും എല്ലാം നമുക്ക് ബാല്യകാലത്തിലാണ് ഇതിൻ്റെ എല്ലാം തുടക്കം വരുന്നത്. അപ്പോൾ അത് ഒരു ഹെൽത്തിയായ അടിത്തറ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. മാത്രവുമല്ല, ബാല്യകാലത്ത് നമുക്ക് കുട്ടികളിലുണ്ടാകുന്ന ഒരുപാട് വൈകല്യങ്ങൾ രക്ഷകർത്താക്കൾ അല്ലെങ്കിൽ മാതാപിതാക്കൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അത് നമുക്ക് ഒഴിവാക്കാൻ കഴിയുന്നതാണ്. നമുക്കറിയാം, ഒരു കുട്ടി ജനിച്ചാൽ ഈ ചില സ്റ്റേജസിൽ കൂടി കടന്നു പോകണം. നമ്മുടെ മുഖത്ത് നോക്കുക, നമ്മുടെ റെസ്പോൺസ് അനുസരിച്ച് ചിരിക്കുക, കമന്ന് വീഴുക, ഇരിക്കുക, നീന്തുക, ഇങ്ങനെയൊക്കെയുള്ള പല സ്റ്റേജസ് കഴിഞ്ഞാണ് നമ്മൾ നടക്കുന്നതിലേക്ക് പോകുന്നത്. സാധാരണയായി നമുക്ക് ഇത്തരം കുട്ടികൾ നടക്കുന്ന കാലത്താണ് നമ്മൾ ഇത് കണ്ടുപിടിക്കുമ്പോൾ എൻ്റെ കുട്ടി നടക്കുന്നില്ല എന്നുള്ളൊരു ബോധറേഷൻ വരുമ്പോഴാണ് നമ്മളിത് ഏതെങ്കിലും ഡോക്ടേഴ്സിനെയൊക്കെ കാണിക്കുന്നത്. പക്ഷേ നമുക്ക് ഇത്തരം എന്തെങ്കിലും വൈകല്യം ഉണ്ടെങ്കിൽ നേരത്തെ തന്നെ നമുക്ക് ഏർലി ഡിറ്റക്ഷൻ വഴി നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയുകയും ഇതിന് ഉള്ള പ്രതിവിധി ചെയ്യാൻ കഴിയും. ഒരു പീഡിയാട്രീഷ്യൻ്റെ സഹായത്തോടെ അല്ലെങ്കിൽ ഒരു ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ സഹായത്തോടെ നമുക്ക് ഇത്തരം പ്രശ്നങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. ഈ ഡെഫിഷ്യൻസി കൊണ്ട് നമുക്ക് കുട്ടികൾ ഇപ്പോൾ കളിച്ചിട്ട് വന്നിട്ട് കംപ്ലൈൻ്റ് ആയിട്ട് പറയുന്ന കാലുവേദന എടുക്കുന്നു, അല്ലെങ്കിൽ നടക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്നൊക്കെ പറയുന്ന പല കാരണങ്ങളുണ്ട്. അതൊക്കെ വളരെ നിസ്സാരമായി നമുക്ക് പരിഹരിക്കാൻ കഴിയുന്നത്. കാലുവേദന ചിലപ്പോൾ നമ്മുടെ കുട്ടിയുടെ ആർച്ചിന് ഉണ്ടാകുന്നൊരു വ്യതിയാനം കൊണ്ടാകും. ഫ്ലാറ്റ് ഫുട്ട് ഡെവലപ്പ് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മുടെ പാദത്തിലെ ഇൻട്രൻസിക് മസിൽസിൻ്റെ വീക്ക്നെസ് ഉണ്ട്, അല്ലെങ്കിൽ അത് പുവറായിട്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരുന്ന സ്ട്രെയിൻ കൊണ്ടാവാം. അത് നിസ്സാരമായിട്ടൊരു ഫുട്വെയർ മോഡിഫിക്കേഷനോ അല്ലെങ്കിൽ ഇൻട്രൻസിക് മസിൽസ്, പാദത്തിലെ അകത്തുള്ള ചെറിയ മസിൽസിൻ്റെ സ്ട്രെങ്തനിങ്, നിസ്സാരമായ മണലിൽ കൂടി നടക്കുക എന്നുള്ള വ്യായാമങ്ങൾ കൊണ്ട് പോലും നമുക്കിത് പരിഹരിക്കാൻ കഴിയും. നമുക്ക് ഈ പാദം ഫ്ലാറ്റ് ഫുട്ടായ അവസ്ഥയിൽ കുറേ നാൾ പോവുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ആംഗിളിന് സ്ട്രെയിൻ കൂടുതലായിട്ട് വരികയും വർദ്ധിച്ച ആംഗിളിലെ സ്ട്രെയിൻ കൊണ്ട് ആംഗിളിന് ഒരു വശത്തേക്ക് ചരിഞ്ഞു പോവുകയും അത് ആംഗിൾ ജോയിൻറ്റിന് സ്ട്രെയിൻ വരികയും അതിനോടനുബന്ധിച്ച് മുട്ടിന് സ്ട്രെയിൻ വരികയും ഒക്കെ ചെയ്യാനുള്ള അവസ്ഥ വരാം. ഇത് നമുക്ക് നേരത്തെ തന്നെ കണ്ടുപിടിക്കുകയും പരിഹരിക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ വൈറ്റമിൻ D3 ഡെഫിഷ്യൻസി കൊണ്ടും കുട്ടികളിൽ കാൽഷ്യത്തിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടും ഒക്കെ ഈ കാല് വേദനയൊക്കെ വരാം. ഇതൊക്കെ നമുക്ക് നേരത്തെ തന്നെ പരിഹരിക്കുകയാണെങ്കിൽ നല്ല സ്ട്രക്ചേർഡായ ബോണും ഒക്കെ പേശികളും ഒക്കെ നല്ല സ്ട്രക്ചേർഡായി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ബാല്യകാലം ആരോഗ്യത്തിൻ്റെ അടിസ്ഥാനം ആണെന്ന് മനസ്സിലാക്കി നമ്മൾ അത് മുന്നോട്ട് പോകണം. നമുക്കറിയാം, ഇന്നത്തെ ഈ ചുറ്റുപാടിൽ കുട്ടികൾ സെഡൻറ്ററി ലൈഫാണ് കൂടുതലും. അവരെ കൂടുതലായി എക്സ്പോസ് ചെയ്യുന്നത് നമ്മുടെ ഡിജിറ്റൽ മീഡിയ, അല്ലെങ്കിൽ മൊബൈൽ, അല്ലെങ്കിൽ ഗെയിംസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെയാണ് നമുക്ക് കണ്ടുവരുന്നത്. നമ്മളിപ്പോൾ റീൽസ് എല്ലാവരും കാണാറുണ്ട്. നമ്മൾ റീൽസ് കാണുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, അത് വളരെ ചടുലമായിട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ കോൺസെൻട്രേഷൻ ഒരു പോയിന്റിലേക്ക് വരാതെ വളരെ ചടുലമായ രീതിയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പം എപ്പോഴും എന്നുവെച്ചാൽ ഈ അജിറ്റേറ്റഡായ കുട്ടികൾ, നമ്മൾ ഇപ്പോഴത്തെ ഒരു യങ് ജനറേഷനിൽ കുട്ടികളെ കണ്ടാൽ സ്മാർട്ടാണെന്ന് നമ്മൾ പറയുന്നെങ്കിലും ഒരു സെക്കൻഡ് പോലും അടങ്ങിയിരിക്കാൻ കഴിയാത്ത ഒരു യുവത്വത്തിൽ ഉള്ള കാലഘട്ടത്തിലൂടെ നമ്മൾ പോകുന്നത്. ഇത്തരം പ്രശ്നങ്ങൾക്കൊക്കെ ഈ മൊബൈൽ ഗെയിംസും മൊബൈൽ ആപ്പും ഒക്കെ വളരെ സംഭാവന ചെയ്യുന്നതാണ്. ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കി ഒഴിവാക്കേണ്ടതാണ്. ഈ റീൽ കണ്ടുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഷോർട്ട് റീൽസ് പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സംവിധാനം കണ്ടുകൊണ്ടിരിക്കുന്ന കുട്ടിയുടെ സ്വഭാവം അതുപോലെ തന്നെ ആയിരിക്കും. വളരെ ചടുലമായ നീക്കങ്ങളും, പറഞ്ഞാൽ ഒരു അലേർട്ടായിട്ട് ഇരിക്കാത്ത ഒരു സ്വഭാവം ആയിരിക്കും. നമ്മൾ നോക്കിയാൽ നമുക്ക് അറിയാൻ കഴിയും, മൊബൈൽ ഇല്ലാത്ത അല്ലെങ്കിൽ ഗെയിം ഇല്ലാത്ത അവസരങ്ങളിൽ പുള്ളി അജിറ്റേറ്റഡ് ആയിരിക്കും. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഈ നൂറ്റാണ്ടിൽ നമുക്ക് ഒഴിവാക്കേണ്ടതാണ്. സാധാരണയായി നമുക്ക് ഈ അസ്ഥികൾക്കൊക്കെ ഒരു സ്റ്റേജിലേക്ക് വരുന്ന, അല്ലെങ്കിൽ ദൃഢത വരുന്ന ഒരു സ്റ്റേജാണ് കൗമാരപ്രായം. അത് പ്രത്യേകിച്ച് സ്ത്രീകളെ പറ്റി പറയുകയാണെങ്കിൽ ഹോർമോൺസിനുള്ള ഡെവലപ്മെൻറ്റ്സും ഒക്കെ വരികയും നമ്മുടെ എക്സ്ട്രാ സെക്ഷൽ ഗ്രോത്തുകൾ വരികയൊക്കെ ചെയ്യുന്ന പ്രായമാണ് കൗമാരം. ഈ കൗമാരക്കാരിൽ കൂടുതലായി കണ്ടുവരുന്ന ഒരു ഇതാണ് സ്കോളിയോസിസ് എന്ന് വെച്ചാൽ നട്ടലിന് വളവ് വരുന്ന ഒരവസ്ഥ. അത് സാധാരണ ശ്രദ്ധിക്കപ്പെടാതെ പോവുകയും ഒരു വളവിൻ്റെ ലെവൽ ഒരു പരിധിക്കപ്പുറം പോവുകയും ക്ലിനിക്കൽ ബുദ്ധിമുട്ടുകൾ വന്നു തുടങ്ങുമ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ പിന്നെ നമുക്ക് സർജറി എന്ന നിലയിലേക്ക് മാത്രമേ അതിന് പോകാൻ കഴിയുള്ളൂ. ഇത് നേരത്തെ തന്നെ നമ്മൾ നിരീക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് ഇത് പരിഹരിക്കുകയും ചില വ്യായാമങ്ങൾ കൊണ്ട് തന്നെ ഇത് പരിഹരിക്കാൻ കഴിയും. വേദന വരുന്നവരെ നമ്മൾ നോക്കിയിരിക്കാതെ നമുക്കിത് ചെയ്യാൻ കഴിയും. നമ്മുടെ കുട്ടികളെ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ തോളിനുള്ള വ്യതിയാനം, രണ്ട് തോളും തമ്മിലുള്ള ഡിഫറൻസ്, ഹൈറ്റ് ഡിഫറൻസ്, നടക്കുന്നതിനുള്ള വ്യത്യാസം, ഹിപ്പ് തമ്മിലുള്ള വ്യത്യാസം ഒക്കെ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്കിത് ഈ നട്ടിൽ വളഞ്ഞു പോകുന്ന, അല്ലെങ്കിൽ വശത്തേക്ക് വളഞ്ഞു പോകുന്ന സ്കോളിയോസിസ് എന്നുള്ള അവസ്ഥ നമുക്ക്, സങ്കീർണമായ അവസ്ഥ നമുക്ക്
പരിഹരിക്കാൻ കഴിയും. പ്രത്യേകിച്ച് പെൺകുട്ടികളിൽ അല്ലെങ്കിൽ ടീനേജ് വരുന്ന കുട്ടികളിൽ ഇത് പ്രധാനമായും കണ്ടുവരുന്നത്. നമ്മുടെ ഈ എക്സ്ട്രാ സെക്ഷൽ ഗ്രോത്ത് ഒക്കെ വരുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി അവർ ഹൈഡ് ചെയ്യാനായിട്ട് ബോധപൂർവ്വം അല്ലാതെ ഹൈഡ് ചെയ്യാൻ വേണ്ടി പോസ്ചർ വ്യതിയാനം വരികയും അതിനനുസരിച്ച് ചരിവുകൾ വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഇതിൽ നമ്മുടെ രക്ഷകർത്താക്കൾക്ക് ഇതിൽ വലിയൊരു പങ്ക് വഹിക്കാനുണ്ട്. കുട്ടികൾക്ക് തന്നെ ഇത് കണ്ടുപിടിക്കാൻ കഴിയില്ല. നമ്മളുടെ ഈ കുട്ടികളിലുണ്ടാകുന്ന ചെറിയ വ്യതിയാനങ്ങൾ പോലും നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ സ്കോളിയോസിസ് പോലെയുള്ള വലിയ സങ്കീർണ പ്രശ്നങ്ങളിലേക്ക് പോകാവുന്ന കാര്യങ്ങൾ നമുക്ക് തടയാൻ കഴിയുന്നതാണ്. അതുപോലെ തന്നെ പേശികൾക്കും സന്ധികൾക്കും ഒക്കെ ചലനക്ഷമത കൂടുതൽ ഉള്ള ഒരു കാലമാണ് കൗമാരപ്രായം. ആ പ്രായത്തിൽ നമുക്ക് മാക്സിമം അത് ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ അതൊരു ആരോഗ്യകരമായ ഒരു അസറ്റ് ആവും. അതുപോലെ തന്നെ കുട്ടികൾ ഈ കളികളിലും ഫിസിക്കൽ ആക്ടിവിറ്റീസിലും ഒക്കെ കൂടുതലായി പങ്കെടുക്കുന്നതുകൊണ്ട് ആ പേശികളുടെ ബലവും അസ്ഥികളുടെ അല്ലെങ്കിൽ സന്ധികളുടെ ചലനക്ഷമതയൊക്കെ പൂർണ്ണമായി നിലനിർത്തേണ്ടതുണ്ട്. ഇതും ശ്രദ്ധിച്ചാൽ പരിക്കുകൾ ഉണ്ടാവാതെ പോവാം. അതുപോലെ തന്നെ നമുക്ക് പറയുകയാണെങ്കിൽ വാർദ്ധക്യകാലം ഒരു ഫിസിയോതെറാപ്പിസ്റ്റിനെ സംബന്ധിച്ച് പറയുകയാണ്, ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ ആസ്പെക്റ്റിൽ പറയുകയാണെങ്കിൽ വാർദ്ധക്യകാലം ഞങ്ങൾ പറയുന്ന ഗെറ്റിംഗ് ഓൾഡ് ഗ്രേസ്ഫുള്ളി വിത്ത് ഫിസിയോതെറാപ്പി എന്നാണ്. നമുക്കറിയാം പ്രായമാവുന്ന ആൾക്കാർക്ക് സന്ധികളിലും അസ്ഥികളിലും ഒക്കെ ഉണ്ടാകുന്ന ചലനക്ഷമത കുറവ്, പേശികൾക്കുള്ള ചലനക്ഷമത ചലിപ്പിക്കാനുള്ള ബുദ്ധിമുട്ട് ഇതൊക്കെ വരാറുണ്ട്, ബലക്കുറവ് ഒക്കെ വരാറുണ്ട്. നമുക്കറിയാം ഇത്തരം പ്രശ്നങ്ങളുള്ള ആൾക്കാർ നടക്കാൻ ഉള്ള ബുദ്ധിമുട്ടുകൾ, ഇരിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ, എണീക്കാനുള്ള ബുദ്ധിമുട്ടുകൾ, ഫിസിക്കൽ ഫിറ്റ്നസ് നിലനിർത്താനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ സർവ്വസാധാരണമായി കണ്ടുവരാറുണ്ട്. ഒരു രോഗാവസ്ഥ ഇല്ലെങ്കിൽ പോലും ഈ പേശികൾക്ക് ഉണ്ടാകുന്ന ബലക്കുറവും സന്ധികൾ ചലിപ്പിക്കാനുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും കൊണ്ട് ദൈനംദിന പ്രവർത്തനങ്ങൾ വളരെയേറെ ബുദ്ധിമുട്ടാറുണ്ട്. നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാർ അച്ഛനോ അമ്മയോ ഒക്കെ നമുക്ക് കട്ടിലിൽ നിന്ന് കിടക്കുന്ന അവസ്ഥ നമുക്ക് പരിഹരിക്കാൻ കഴിയുമെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ കേഴ്സ്ഫുൾ ആവാതെ അല്ലെങ്കിൽ ഒരു ശാപം പോലെ വരാതെ ഗ്രേസ്ഫുള്ളായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ ഫിസിയോതെറാപ്പി കൊണ്ട് കഴിയും. ഫിസിയോതെറാപ്പിയുടെ ചില ലഘു വ്യായാമങ്ങൾ കൊണ്ട് പേശികളുടെ ബലം നിലനിർത്തുകയും സന്ധികളുടെ ചലനക്ഷമത നിലനിർത്താനും ഒക്കെ കഴിയുന്നതാണ്. നമുക്കറിയാം പ്രായമായ ആൾക്കാർ നമ്മുടെ മുന്നിൽ വരുമ്പോൾ കസേരയിൽ ഇരിക്കുമ്പോൾ പുറകോട്ട് മറിഞ്ഞു പോകുന്ന ഒരവസ്ഥ വരാറുണ്ട്. എണീക്കാൻ ശ്രമിക്കുമ്പോൾ പല പ്രാവശ്യം ആഞ്ഞാൽ തന്നെ എണീക്കാൻ കഴിയാത്ത അവസ്ഥയൊക്കെ ഉണ്ട്. ഇതെല്ലാം നമ്മൾ ഈ ബയോമെക്കാനിക്കൽസ് പ്രകാരം നമ്മുടെ ഫോഴ്സിന് എങ്ങനെ അപ്ലൈ ചെയ്യുന്നു എന്നുള്ളതിലുള്ള വ്യതിയാനം കൊണ്ടാണ്, ഈ ഓട്ടോമാറ്റിക് ബാലൻസിങ് സിസ്റ്റത്തിന് വരുന്ന വ്യതിയാനം കൊണ്ടാണ്. അത് ചെറിയ വ്യായാമങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് അദ്ദേഹത്തെ നമുക്ക് എണീപ്പിക്കുന്നതിനും കിടക്കുന്നതിനും ശരിയായ രീതിയിൽ ഉള്ള ദൈനംദിന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ കഴിയാറുണ്ട്. നമുക്കറിയാം ഈ പടി കയറുമ്പോൾ മുട്ടിനുണ്ടാകുന്ന പ്രയാസം ഇതൊക്കെ വാർദ്ധക്യകാലത്ത് കണ്ടുവരുന്നതാണ്. ഇതൊക്കെ തന്നെ പേശികൾ ഉപയോഗിക്കാതെ കൊണ്ടുവരുന്ന സന്ധികൾക്കുണ്ടാകുന്ന ഓവർ സ്ട്രെയിൻ കൊണ്ടാണ്. ഇത് നമുക്ക് ചിട്ടയായ വ്യായാമം, ലഘുവായ വ്യായാമം കൊണ്ടും ശരിയായ ജീവിതചര്യ കൊണ്ടും നമുക്ക് പരിഹരിക്കാൻ കഴിയുന്നതാണ്. വാർദ്ധക്യകാലം ഫിസിയോതെറാപ്പി വളരെയേറെ ഫലപ്രദമായ ചെയ്യാവുന്ന കാര്യങ്ങളാണ്.